മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിരിക്കണം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് 1.25 കപ്പ് ഒടുങ്ങിയിട്ട് 1.5 കപ്പ് തേങ്ങാപ്പാലാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി പിഴിഞ്ഞിട്ടാണ് പാൽ എടുത്തേക്കുന്നത്. അത് എടുക്കണ പാല് നല്ല തിക്കായിട്ട് ഇടുക. പിന്നെ ഒരു മുട്ട വേണം. പിന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. അച്ചപ്പത്തിന് ഒരു മീഡിയം മധുരമാണ് വേണ്ടത്. നല്ല മധുരത്തിൽ അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അച്ചപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്തേക്കുന്നത്. പിന്നെ കറുത്ത എള്ളും വേണം, വെളുത്ത എള്ളും വേണം. ഇത് രണ്ടും ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അച്ചപ്പം ഉണ്ടാക്കണ മോൾട്ടും വേണം. നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പച്ചരിയും തേങ്ങാപ്പാലും മുട്ടയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് നമ്മൾ ദോശമാവിന് മാവ് അരച്ചെടുക്കണ പോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് മൂന്നും കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജാർ എടുക്കുക. ഈ ജാറിലേക്ക് ഏറ്റവും ആദ്യം പച്ചരിയും തേങ്ങാപ്പാലും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നമുക്ക് 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഈ അരി മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചാൽ മതി. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചരിയും മുട്ടയും തേങ്ങാപ്പാലും കൂടിയിട്ട് അരച്ചെടുക്കുക. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഈ ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് ചേർക്കണ്ട. ഇനി അതിന് കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ചേർക്കുക. എല്ലാം അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള തേങ്ങാപ്പാൽ നമുക്ക് ചേർക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഈ ഒരു മുട്ട ചേർക്കാം. അരി അരച്ചെടുക്കുമ്പോഴും കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുക്കുക. കുറേ നമ്മൾ ജാറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടില്ല. ഇതിലേക്ക് ഒരു മുട്ടയും കൂടിയും ചേർക്കാം. ഇതും നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഏറ്റവും ആദ്യം അരച്ചതും ഇതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അരിയും മുട്ടയും തേങ്ങാപ്പാലും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് ഇത്രയ്ക്ക് തിക്കായിട്ട് ഇരിക്കരുത്. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഈ മാവ് ഒന്നും കൂടിയും ചെറുതായിട്ട് വെള്ളം പോലെയാവും. എന്നിട്ട് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മധുരം നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. നമുക്ക് ഇതിൻ്റെ മധുരം നോക്കാം. ഈ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരമായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടിയും ചേർക്കാം. ഞാനിതിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഇനി ബാക്കിയുള്ളത്. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടിയും ചേർക്കാം ഇതിലേക്ക്. ഇപ്പം ഈ മാവിൽ തേങ്ങാപ്പാലൊക്കെ കറക്റ്റ് അളവിലായിട്ടുണ്ട്. മാവ് ഇരിക്കുമ്പോൾ ഇതേപോലെ ഇരിക്കണം. നല്ല തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യരുത്, നല്ല വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്. ഇപ്പം ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തതിൽ 1.25 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എള്ള് ചേർക്കാം. വെളുത്ത എള്ള് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. അച്ചപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മാവ് എടുത്തിട്ട് അച്ചപ്പം ഉണ്ടാക്കാം. ഈ മാവ് നമുക്കൊരു 1/2 മണിക്കൂർ മൂടി വയ്ക്കുക. അതുകൊണ്ട് അച്ചപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ മാവ് നമ്മൾ എടുക്കുമ്പോൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കാനുള്ള എണ്ണയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അച്ചപ്പത്തിൻ്റെ അച്ച് ഈ ചൂടായ എണ്ണയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. അച്ച് എപ്പോഴും എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ചൂടായിട്ടിരുന്നാൽ മാത്രമേ ഈ അച്ചപ്പത്തിൻ്റെ അച്ചിമ്മ ഈ മാവ് ശരിക്കും പിടിക്കുള്ളൂ. ആ മാവ് ശരിക്കും അച്ചപ്പത്തിൻ്റെ അച്ചിമ്മേന്ന് വിട്ടു പോരണമെന്നുണ്ടെങ്കിലും എണ്ണയിൽ വെച്ചിട്ട് ഈ അച്ചപ്പത്തിൻ്റെ അച്ച എപ്പോഴും ചൂടാക്കിക്കൊണ്ടിരിക്കണം. പുതിയ അച്ചയൊക്കെ ആണെങ്കിൽ ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം ഒരു 2-3 വട്ടമൊക്കെ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ അച്ചിമ്മേന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. ഈ അച്ചപ്പത്തിൻ്റെ അച്ച് ഞാനിവിടെ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്.
ഞാൻ ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം ഒരു 6 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും ആ അച്ചപ്പത്തിൻ്റെ അച്ചുമേന്ന് അത് ശരിക്കും വിട്ടുപോരുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കി വരുംതോറും ഈ അച്ചപ്പത്തിൻ്റെ അച്ച് നന്നായിട്ട് ഇങ്ങനെ മയങ്ങി വരും. അപ്പോഴായിരിക്കും അത് അതുമേന്ന് നല്ല സുഖമായിട്ട് വിട്ടുപോരാ. ഇനി നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ അച്ച് ഈ ചൂടായ എണ്ണയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ ഈ അച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ അച്ചെടുത്തിട്ട് ഈ മാവിലേക്ക് മുക്കണം. മാവിലേക്ക് മുക്കുമ്പോൾ അച്ചൊരു 3/4 ഭാഗം മാത്രമേ മാവിൽ മുക്കാൻ പാടുള്ളൂ. ഇതെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് വയ്ക്കാം. ചൂടായ എണ്ണയിലേക്ക് വെക്കുമ്പോൾ അച്ച് ഏറ്റവും അടിയിൽ തൊടരുത്. അങ്ങനെ ഏറ്റവും അടിയിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ആ അടിയിലെ ഷേപ്പ് നമുക്ക് ശരിക്കും കിട്ടില്ല. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും അച്ചപ്പത്തിമേന്ന് ആ മാവ് വിട്ടുപോരാ. ഈ അച്ച് ചൂടായ എണ്ണയിൽ തന്നെ വെക്കാം. പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചൂടായ എണ്ണയിലൊന്ന് മുക്കണം. ഇതെടുത്തിട്ട് ഈ മാവിലേക്ക് വെക്കാം. ഇപ്പോൾ ഏറ്റവും ഇട്ടത് ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്, മറ്റേ സൈഡും കൂടി തിരിച്ചിടാം. ഏറ്റവും ഇട്ടത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് അടിഭാഗം മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് പിടിക്കാം. ഈ എണ്ണയുടെ അടുത്ത് നിന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എണ്ണയ്ക്ക് മേത്തേക്ക് തെറിക്കാണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പരന്ന പാത്രത്തിലേക്ക് ഉണ്ടാക്കുമ്പോൾ എണ്ണ പെട്ടെന്ന് മേത്തേക്കൊക്കെ തെറിക്കും. ഇപ്പം നമ്മൾ അച്ചപ്പം എല്ലാവരും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കിയെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഈ അച്ചപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പഞ്ചസാരയിൽ ഇട്ടിട്ട് വിളയിച്ചെടുക്കാം. അച്ചപ്പം വിളയിച്ചെടുക്കുന്നത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര പാനി പോലെയാക്കാം. എന്നിട്ട് ആ പാനി നൂൽപ്പരുവം ആവരുത്. കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടണ പരുവം വേണം ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ഓരോ അച്ചപ്പം എടുത്തിട്ട് ആ പഞ്ചസാര പാനിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ അച്ചപ്പത്തിൻ്റെ മുകളിലേക്കും പഞ്ചസാര ക്രിസ്റ്റൽ പോലെ നിൽക്കും. അങ്ങനെ ആകുമ്പോൾ അച്ചപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്.